അപ്പോഴേ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഐറ്റാട്ടാണ് നമ്മളിന്ന് റെഡിയാക്കി എടുക്കുന്നത്. കുറച്ച് ചെറുപഴവും അതേപോലെ തന്നെ കുറച്ച് ചുവന്നുള്ളി, രണ്ടച്ച് ശർക്കര ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു വിഭവം തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ കൊച്ചിക്കോയ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊച്ചിക്കാരല്ല കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. കോഴിക്കോട് അതേപോലെ തന്നെ കൊടുവള്ളി ആ ഒരു മേഖലയിലുള്ളവരാണ് ഈ ഒരു ഐറ്റം കണ്ടുപിടിച്ചിട്ടുള്ളത്. നമുക്ക് നല്ല ചൂട് സമയത്തൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള, നമ്മുടെ ശരീരത്തിന് നല്ല ഉന്മേഷവും ഉഷാറൊക്കെ കിട്ടുന്ന ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കൊച്ചിക്കോയ ഐറ്റം റെഡിയാക്കി എടുക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്കിത് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഐറ്റം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു പാക്കറ്റ് പാലോ അല്ലെങ്കിൽ പശുവിൻ പാലിൽ റെഡിയാക്കി എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലിലും ചെയ്തെടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണിത്. നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്കിത് കൂട്ടിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിതാ 2 അച്ച് ശർക്കര, നമുക്ക് മധുരം എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങളിത് തേങ്ങാപ്പാലിലാണ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാൽ ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് നമ്മുടെ പാലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ശർക്കര ഒന്ന് മെൽറ്റായി കിട്ടണം കേട്ടോ. പിന്നെ നമുക്കിതൊന്ന് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഞാനൊരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എത്രയാണോ പഴം ആവശ്യം അതിനനുസരിച്ച് നമ്മൾ ഇതേപോലെ ഒന്ന് തൊലിയൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് അടിച്ച് എടുക്കാനുള്ള, മിക്സിയുടെ ജാറിൽ നിങ്ങളിത് അടിച്ചെടുക്കരുത്. എന്തെങ്കിലും ഒരു തവി വെച്ചിട്ട് നമ്മളൊന്ന് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം. നിങ്ങൾക്ക് ഞാലിപ്പൂവനിലും വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാം കേട്ടോ. അതല്ല നിങ്ങൾക്ക് പാളയംകോട് പഴത്തിലായാലോ അല്ലെങ്കിൽ പൂവൻ പഴത്തിലായാലോ ഒക്കെ നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതാ എല്ലാ പഴവും ഒലിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കൂടുതലും എടുത്തിട്ടുള്ളത് ഞാലിപ്പൂവനാട്ടോ. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ ഈ ഒരു ചുവന്നുള്ളി ചെറുതായി ഒന്ന് അരിഞ്ഞിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. നമുക്കിത് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കുമ്പോൾ അതിലേക്ക് അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങി കിട്ടണം. അപ്പം നമുക്കിതൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച നമ്മുടെ ഈ ഒരു കൊച്ചുള്ളി അഥവാ ചുവന്നുള്ളി ചെറുതായി ഒന്ന് ഇതേപോലെ കത്തി വെച്ചിട്ട് നമ്മൾ കുനുകുന ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ആ ഒരു പഴം ഉടച്ചു വരുമ്പോൾ അതിലങ്ങ് ഉടഞ്ഞു വന്നോളൂ. അപ്പോൾ നമ്മുടെ കോഴിക്കോട് കൊടുവള്ളി ഭാഗത്തുള്ളവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഈ ഒരു സംഭവം. ഇത് കഴിച്ചവർക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു തൃശ്ശൂർ മേഖലയിലുള്ളവരൊക്കെ കഴിക്കാത്തവരോ അതേപോലെ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. നല്ല അടിപൊളിയായിട്ട് കേട്ടോ. നല്ല ഈ ഒരു ചൂടിനും ക്ഷീണത്തിനൊക്കെ ഉഷാറായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരൈറ്റം തന്നെയാണ്. അപ്പോൾ ഞാനിതാ ഉള്ളിയൊക്കെ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം ഏലക്കാപ്പൊടി ഒന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് മതി. അതിനോടൊപ്പം തന്നെ ഒരല്പം ഉപ്പ്, നമ്മുടെ ശർക്കരയിൽ ഉപ്പുണ്ട് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു മാഷർ വെച്ചിട്ട് ഒന്ന് മാഷ് ചെയ്ത് എടുക്കണം. അതെല്ലാം നിങ്ങൾ ഒരു ഫോർക്ക് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പഴം ഒത്തിരി ഉടഞ്ഞ് നല്ല പോലെ അലുത്ത് പോവാത്ത രീതിയിൽ ഉടച്ചെടുക്കാം. ഇത് നിങ്ങൾ മിക്സിയുടെ ജാറിൽ ഇട്ട് അടിച്ചെടുക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പഴം നല്ല പോലെ പേസ്റ്റായി പോകും. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കരയും പാലും കൂടെ ഞാൻ അരിച്ചൊന്ന് മാറ്റിയെടുത്തതാണ് കേട്ടോ. അതും കൂടെ നമുക്ക് നമ്മുടെ ഈ ഒരു പഴത്തിലേക്ക് അങ്ങ് ചേർക്കാം.
കൈ വെച്ച് ഞെരടി എടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഉള്ളിയുടെ ഒക്കെ ആ ഒരു ഫ്ലേവർ നല്ല പോലെ അങ്ങ് കിട്ടിക്കോളും. ഒരു ചെറിയ ചൂടിൽ വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം അടിപൊളിയല്ലേ, കാണാനും അതേപോലെ തന്നെ ഇത് കഴിക്കാനും. നമുക്കിതിലേക്ക് ഒരല്പം അവിൽ വേണം. നമ്മളിവിടെ സാധാ അവിൽ ആണ് നിങ്ങൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മട്ടവിൽ വേണമെങ്കിൽ അതെടുക്കാം, വൈറ്റ് അവിൽ വേണമെങ്കിൽ അതും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പൊരി അവിലും വൈറ്റ് അവിലും കൂടെ മിക്സിങ് ആക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് വൈറ്റ് അവിലും നമ്മുടെ സാധാ വൈറ്റ് അവിലും അതിനോടൊപ്പം തന്നെ കുറച്ച് പൊരി അവിലും കൂടെ എടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ പൊരി അവിലില്ലാതെ സാധാ അവിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ പാൻ ഒന്ന് ചൂടാക്കി അതിലിട്ടിട്ട് ഒന്ന് ക്രിസ്പിയാക്കി എടുക്കാം കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് അലുത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇത്രയുള്ള പരിപാടി കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ഐറ്റം. അപ്പോൾ നമ്മുടെ ഈ ഒരു തൃശ്ശൂർ മേഖലയിൽ ആർക്കെങ്കിലും ഈ ഒരു ഐറ്റം അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ലൊരു കിടിലൻ ഐറ്റം എന്ന് തന്നെ പറയാം കേട്ടോ. ഒരു എന്താ പറയുക, ഒരു ഹെൽത്തി സംഭവം തന്നെയാണ് ഈ ഒരു ഐറ്റം. എനിക്കിഷ്ടമായി, നല്ല പോലെ ഇഷ്ടമായ ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണിത് സെറ്റ് ചെയ്തെടുക്കാമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതാ നമ്മളിവിടെ ഒരു പ്ലേറ്റിൽ ഞാനൊരു വാഴയില വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരല്പം അവിലിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മീതക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു പഴത്തിൻ്റെ ഈ ഒരു മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇത് നിങ്ങൾ തേങ്ങാപ്പാലിലാണ് റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ചെറുനാരങ്ങയുടെ പീസും കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ നമ്മുടെ സാധാരണ പശുവും പാലായതുകൊണ്ട് പാലങ്ങ് പിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കാത്തത്. അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മീതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് നല്ല പോലെ അങ്ങ് ആസ്വദിച്ചങ്ങ് കഴിക്കാൻ പറ്റും. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചി കോയ എന്ന് പറഞ്ഞ ഐറ്റം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം കേട്ടോ. നല്ല ക്ഷീണമൊക്കെ ഉള്ള സമയങ്ങളിൽ നമ്മൾ ഇത് മാത്രം കഴിച്ചാൽ മതിയാവും. നമ്മുടെ ശരീരത്തിന് നല്ല ഉഷാറും ഉന്മേഷമൊക്കെ കിട്ടുന്ന ഒരു കിടിലൻ നൈറ്റാണ് ഈ ഒരു ഐറ്റം. അപ്പോൾ നമ്മുടെ ഈ ഒരു തൃശ്ശൂർ ജില്ലയിൽ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.